ശരി ജിജീഷിലേക്ക് എത്താം. ഇപ്പോൾ കോട്ടയത്തേക്കൊന്ന് പോണം. കോട്ടയത്ത് നിന്ന് മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, കോട്ടയത്തിന്റെ കോട്ടയിൽ ആര് വാഴും ആര് വീഴും? അശ്വതി, കോട്ടയത്തിന്റെ കോട്ടയിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് എൻ.ഡി.എ ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശമാണ് പ്രവർത്തകർക്ക്. എല്ലാവർക്കും ബൈക്ക് റാലിക്കൊപ്പമാണ് ഞാനുള്ളത്. വലിയ ആവേശം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. കോട്ടയം നഗരസഭ, കോട്ടയം ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റിടങ്ങളിലെല്ലാം ഇത്തവണ വലിയ മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എൻ.ഡി.എ പ്രകടമാക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വികസന മുരടിപ്പാണ് മറ്റു രണ്ട് മുന്നണികളിലെയും യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും ജനവിരുദ്ധ വികാരമായിട്ട് നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നത്. യു.ഡി.എഫും എൽ.ഡി.എഫുമാണ് കാലാകാലങ്ങളായി കോട്ടയത്ത് ഭരണം കൈയാളിയിട്ടുള്ളത്. പക്ഷേ പല കാര്യങ്ങളിലും, അടിസ്ഥാന സൗകര്യങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങളിൽ കോട്ടയത്ത് വികസന മുരടിപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ജനവിരുദ്ധ വികാരമായിട്ട്, ഭരണവിരുദ്ധ വികാരമായിട്ട് ഇരു മുന്നണികൾക്കുമെതിരെ ജനവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്ന് എൻ.ഡി.എ ക്യാമ്പ് ഉറച്ച് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ കോട്ടയത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ കാലാവസ്ഥയിൽ കൃത്യമായ മാറ്റമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും എൻ.ഡി.എ ക്യാമ്പ് ഉറച്ച് വിശ്വസിക്കുന്നു. 11 ജില്ലാ പഞ്ചായത്തുകൾ, 22 ജില്ലാ പഞ്ചായത്തുകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 71 ഗ്രാമപഞ്ചായത്തുകൾ. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വലിയ രീതിയിൽ ഉള്ള മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ എൻ.ഡി.എ ക്യാമ്പ് മുന്നോട്ട് പോകുന്നു. നിലവിൽ ഉള്ള സീറ്റുകൾ പിടിച്ചടക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എൽ.ഡി.എഫും യു.ഡി.എഫും പ്രകടമാക്കുകയും ചെയ്യുന്നു. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് എൻ.ഡി.എ ക്യാമ്പ് വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ, ക്രിസ്തീയ ഭൂരിപക്ഷ മേഖലകളിലടക്കം വലിയ മുന്നേറ്റം സാധ്യമാക്കാൻ സാധിക്കുമെന്നതും എൻ.ഡി.എ ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത്തവണ ക്രിസ്ത്യൻ വിഭാഗം, കോട്ടയത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വലിയ പിന്തുണ ബി.ജെ.പിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി നേതൃത്വം ആത്മവിശ്വാസം പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മൂന്ന് മുന്നണികളും കോട്ടയത്ത് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും മൂന്ന് മുന്നണികളുടെയും അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഇനി ഏകദേശം 45 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ആ പ്രചരണം അതിന്റെ വലിയ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കോട്ടയം വലിയ മാറ്റങ്ങൾക്ക്, കോട്ടയം മേഖലയിലെ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥാ മാറ്റങ്ങൾക്കടക്കം കോപ്പുകൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സാമ്പിളായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അത് പ്രധാനമായും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം, കേരള കോൺഗ്രസിന്റെ പ്രസക്തി എത്രത്തോളം ഇനി കോട്ടയം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിലയിരുത്തൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് വിലയിരുത്തപ്പെടും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ള ഒരു സാമ്പിളായിട്ട് മാറും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് കോട്ടയം രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ കോട്ടയത്തെ നഗരസഭ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് ഡിവിഷൻ, ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നു. ബൈക്ക് റാലികളടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ഈ അവസാന ലാപ്പിലേക്ക് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ആവേശം വിവിധ ഭാഗങ്ങളിൽ, ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രാദേശിക തലത്തിൽ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ജില്ലാ പഞ്ചായത്ത്, നഗരസഭ മേഖലകളിലുമെല്ലാം വലിയ രീതിയിലുള്ള കുട്ടിക്കലാശം, അത് ബൈക്ക് റാലികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, വാഹന പ്രചരണ ജാഥകൾ, റോഡ് ഷോകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അവസാന ലാപ്പിലേക്കാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ഈ പ്രചരണം കൊഴുപ്പിക്കുന്നത്. എന്തായാലും വലിയ ആവേശം കോട്ടയത്ത് എല്ലാ മേഖലകളിലും എൻ.ഡി.എ ക്യാമ്പിന് ഉണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഉണ്ടാകും. കോട്ടയത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എൻ.ഡി.എക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ.ഡി.എ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസം. വലിയ മുന്നേറ്റം, അത് ഗ്രാമപഞ്ചായത്തുകളിലടക്കം വലിയ മുന്നേറ്റം സാധ്യമാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ അവസാന മണിക്കൂറുകൾ, അവസാന ലാപ്പിലെ കൊട്ടിക്കലാശം കൊഴുപ്പിക്കുകയാണ് എൻ.ഡി.എ ക്യാമ്പ്. വലിയ ആവേശം, അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയരുന്ന മണിക്കൂറുകളായി മാറുകയാണ് ഈ അവസാന ലാപ്പിലെ ഈ നിമിഷങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും കോട്ടയം രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് പ്രതിഫലിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ്. അത് ബി.ജെ.പി ക്യാമ്പ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആത്മവിശ്വാസങ്ങൾ. കോട്ടയത്തെ വികസന മുരടിപ്പ് കഴിഞ്ഞ കാലാകാലങ്ങളായി യു.ഡി.എഫും എൽ.ഡി.എഫും നഗരസഭകളും എം.എൽ.എമാർ, മന്ത്രിമാർ ഒക്കെ രണ്ട് മുന്നണികളിൽ നിന്നും ഉണ്ടായിട്ടും കോട്ടയത്ത് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല. കോട്ടയത്ത്
സംസ്ഥാനത്ത് വികസന മുരടിപ്പ് കാലകാലങ്ങളായി തുടരുന്നു. അതുകൊണ്ട് വികസന മുന്നേറ്റം സാധ്യമാകണമെങ്കിൽ NDA പല പഞ്ചായത്തുകളിലും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകളിലുമെല്ലാം അധികാരത്തിൽ വരണം എന്നുള്ളതാണ് NDA ക്യാമ്പ് വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. കോട്ടയത്ത് പലയിടത്തും ഭരണം കൈയാളുന്ന LDF-ഉം UDF-ഉം കേന്ദ്ര പദ്ധതികൾ, ജൽജീവൻ മിഷൻ അടക്കമുള്ള പദ്ധതികൾ അട്ടിമറിക്കുകയാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തുന്നതിന് NDA ഭരണം ആവശ്യമാണ്. ഒപ്പം തന്നെ തീർച്ചയായും മിഥുൻ, തദ്ദേശ പോരിന്റെ ആരവം ഒട്ടും ചോരാതെയാണ് മിഥുൻ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും 3 ആഴ്ച നീണ്ട അതിശക്തമായ പ്രചാരണം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. മുൾമുനയിലാണ് മുന്നണികൾ. ഒരു ചെറിയ